ഫൈറ്റ് സീൻ്റെ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ട്. കാരണം നമ്മളെ ഷെൽഫിലേക്ക് എടുത്തറിയുന്ന ഷോട്ടില്ലേ അത് ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പഠിച്ചത് NST ന്യൂഡൽഹി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ. അവിടെ രണ്ടിടത്തും പഠിച്ച ഒരു മൂന്ന് ആക്ടേഴ്സ് ഇന്ത്യയിലുള്ളൂ. അതിലൊരു ആക്ടറാണ് ഞാൻ. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. ഓംപൂരി നസുദ്ദീൻ ഷാ, കുമാരദാസ്. സ്പെഷ്യൽ ഒരു എലൈറ്റ് കാറ്റഗറിയിൽ അതെ, അതാണ് ചെയ്യുക. എങ്ങനെയുണ്ട് സ്ക്രീനിൽ കാണുമ്പോഴുള്ള ഫീൽ എങ്ങനെയുണ്ട്? എൻ്റെ പേര് കുമാരദാസ്. ഞാൻ എൻ്റെ ഫസ്റ്റ് മലയാളം സിനിമയാണ്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളത് ഹിന്ദി പ്രൊജക്റ്റുകളാണ്. അപ്പോൾ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഫസ്റ്റ് മലയാളം സിനിമ മലയാളത്തിൽ കാണുക എന്നുള്ളത്. ഒരു ഫസ്റ്റ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഒരു നല്ലൊരു വർക്ക് വന്നു, അതൊന്ന് കാണാൻ പറ്റി. ആൻഡ് സിനിമ ഇറ്റ്സെൽഫ് ഭയങ്കര ബ്രില്യൻ്റ് വർക്കാണ്. ഓക്കെ, ഇത് അനിലാണ്. അനിലിൻ്റെ ഇത് പോലീസ് റോൾ ചെയ്തത് പോലീസ് ക്യാരക്ടർ ചെയ്തത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇന്ന് വരെ. നിങ്ങളെല്ലാവരും സിനിമ കണ്ടതാണല്ലോ. അതൊരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് ആണ്, ഒരു എക്സ്പെരിമെൻ്റൽ അറ്റംപ്റ്റ് കൂടിയാണ്. ഒരു ഡെബ്യൂ ഡയറക്ടർ ഇത്ര ധീരമായിട്ട് ഇങ്ങനൊരു സബ്ജക്റ്റ്, എസ്പെഷ്യലി ഒരു മലയാളത്തിലെ ആക്ടർ അല്ലാതെ നോൺ മലയാളി ആക്ടറെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ സബ്ജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രേവ് ഡിസിഷനാണ്. അപ്പോൾ നന്നായിട്ട് വന്നിട്ട് ക്രാഫ്റ്റ് ഫൈറ്റ് സീൻ്റെ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ട്. കാരണം നമ്മളെ ഷെൽഫിലേക്ക് എടുത്തറിയുന്ന ഷോട്ടില്ലേ അത് ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സീൻ ഭയങ്കര ഒരു ഫൈറ്റ് സീൻ ഭയങ്കര മലയാളത്തിൽ എനിക്കൊന്ന് ഞാൻ നോട്ടീസ് ചെയ്തൊരു ഒരു ഡിഫറെൻറ്റ് സീനാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്തത്. അതിനകത്ത് നമ്മൾ ചെയ്തപ്പോൾ ആദ്യം റിഹേഴ്സൽ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം, റിഹേഴ്സൽ ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങൾ ടച്ച് ചെയ്യരുത്, ഗ്ലാസ് പൊട്ടും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അതുകൊണ്ട് ടേക്ക് വന്നിട്ട് എന്നെ എടുത്ത് എറിഞ്ഞു, ഗ്ലാസ് പൊട്ടിയില്ല. അപ്പോൾ രാജനോട് പറഞ്ഞു, രാജ സാർ എന്നോട് സ്ട്രോങ് ആയിട്ട് അടി. അപ്പോൾ രാജസാർ പറഞ്ഞു, അനിൽ സർ ദ മൂവി ഷൂട്ട് വിൽ ഫിനിഷ് ടുഡേ, ബട്ട് നോ ഡോണ്ട് ടേക്ക് റിസ്ക് എന്ന് പറഞ്ഞു. അത് നെക്സ്റ്റ് ചെയ്തു, വീണ്ടും ചെയ്തു. അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് സംഭവം ചെയ്തത്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തു, റോ ഫൈറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ത്രില്ലിങ് ഫീലൊക്കെ ആയിരുന്നു. അപ്പോൾ നന്നായി വന്നെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഞാനിപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ കുരുക്ക് എന്നുള്ളൊരു മൂവി ചെയ്തിരുന്നു, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതിൽ നായകനായിട്ട് ചെയ്തിരുന്നു. അത് ജൂലൈയിൽ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ ആമസോൺ പ്രൈമിലുണ്ട്. അപ്പോൾ ആക്ച്വലി രുദ്രൻ കഴിഞ്ഞിട്ടാണ് ഞാൻ കുരുക്കിലേക്ക് പോയത്. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും ഇത് 2 സീനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഭയങ്കര ഒരു ത്രില്ലിങ് മെമ്മറി ആയിട്ട് തോന്നുന്നു. ഇദ്ദേഹം ചെറിയ ആളല്ല കേട്ടോ. ഇദ്ദേഹത്തെ അറിയോ? ആക്ടേഴ്സ് ട്രെയിനറാണ്. അഹല്യ സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് ആൻഡ് പിക്ചർ ടെക്നോളജിയുടെ സ്ക്രീൻ ആക്ടിംഗ് ഹെഡാണ്. ഞാൻ പഠിച്ചത് NST ന്യൂഡൽഹി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ. അവിടെ രണ്ടിടത്തും പഠിച്ച ഒരു മൂന്ന് ആക്ടേഴ്സ് ഇന്ത്യയിലുള്ളൂ. അതിലൊരു ആക്ടറാണ് ഞാൻ. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. ഓംപൂരി നസുദ്ദീൻ ഷാ, കുമാരദാസ്. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട്. കാരണം മലയാളത്തിന് കുറേ പടം ഇതിന് പടം ചെയ്തു, അതിൽ ഇറങ്ങാൻ പക്ഷേ ഇത് ആദ്യം റിലീസാകുന്ന പിടിച്ച സിനിമയാണ്. ഹിന്ദിയിലെ പോച്ചർ, സിറ്റി ഓഫ് ഡ്രീംസ്, അവരോധ്, പിന്നെ വിദ്യാബാലനോട് ദോ പ്യാർ, ഇതൊക്കെയാണ് ഇപ്പോൾ റിലീസായിട്ട്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ലൊക്കേഷൻ വിസിറ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് എൻ്റെ അടുത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്ന കുമാരദാസിൻ്റെ ഒരു ഹിന്ദി സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് നേരിട്ട് വർക്ക് ചെയ്യാൻ ഏകദേശം ഒരു 30 വർഷം ഉണ്ടാവല്ലോ അപ്പോൾ ജേണി തുടങ്ങിയിട്ട്. ഞാനും ഒരു 99-ലൊക്കെ തുടങ്ങിയതാണ്. എന്തായാലും സന്തോഷം. താങ്ക് യു. സപ്പോർട്ട് സബ്സ്ക്രൈബ്. ഓക്കെ.